വല്ലാർപാടത്ത് പോയിട്ടുണ്ടോ? വല്ലാർപാടത്ത് പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പള്ളിയടിക്കൽ നേർച്ച അല്ലെങ്കിൽ അടിമ നേർച്ച എന്ന് പറഞ്ഞിട്ട് വല്ലാർപാടത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഫ്രണ്ടിൽ ഉള്ള ഭാഗം നമ്മൾ ചൂല് കൊണ്ട് അടിച്ചു വാരും. എന്തിനാണെന്നറിയോ? 1752 മെയ് 23 ചൊവ്വാഴ്ച വല്ലാർപാടം സ്വദേശിയായ മീനാക്ഷി തൻ്റെ കുഞ്ഞിൻ്റെ ചോറൂട്ടിനായിട്ട് മട്ടാഞ്ചേരി പഴയന്നൂരിലേക്ക് വഞ്ചിയിലൂടെ യാത്ര ചെയ്തപ്പോൾ പെട്ടെന്ന് വഞ്ചി മുങ്ങി. അപ്പോൾ വെള്ളത്തിലേക്ക് വീഴുന്നതിന് മുൻപ് മീനാക്ഷി വല്ലാർപാടത്തമ്മയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് വെള്ളത്തിലോട്ട് വീണത്. അന്നത്തെ പള്ളി വികാരിയായിരുന്ന ഫാദർ മിഗുവൽ കൊറാറയ്ക്ക് ഒരു മാതാവിൻ്റെ ദർശനം ഉണ്ടാകുകയാണ്. 2 ദിവസം ദർശനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അയാൾ ഈ മീനാക്ഷിയെയും ഈ കുഞ്ഞിനെയും അന്വേഷിച്ച് ഇറങ്ങുകയാണ്. അവരെല്ലാവരും ആ കായലിലെ എല്ലാം പരിശോധിച്ചു, ആ മൃതദേഹങ്ങൾക്ക് വേണ്ടി. പക്ഷേ അവർക്ക് ഈ മീനാക്ഷിയെയും കുഞ്ഞിനെയും ജീവനോടെയാണ് കണ്ടെത്തിയത്. അപ്പോൾ മീനാക്ഷി തിരിച്ച് ഈ ദേവാലയത്തിൽ അല്ലെങ്കിൽ വല്ലാർപാടത്ത് അമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇനി മുതൽ ഞാൻ എന്നും അടിമയായിട്ട് നിൽക്കുമെന്ന്. അന്ന് മുതൽ മീനാക്ഷിയാണ് ആ പള്ളിയും പരിസരവും എല്ലാം അടിച്ച് വാരി ഒരു അടിമയെപ്പോലെ ആ വല്ലാർപാടത്ത് അമ്മയുടെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മ ആയിട്ടാണ് ഇപ്പോൾ ജനങ്ങൾ ചെയ്യുന്നത് പോലെ ആ പള്ളിയും പള്ളിമുറ്റവും നേർച്ചയായും നന്ദിയായിട്ടും നമ്മൾ ആ പള്ളിമുറ്റമൊക്കെ അടിച്ച് വാരുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ.